CPM ഭരിക്കുന്ന തിരുവനന്തപുരം താലൂക്ക് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘത്തിലെ കൂടുതൽ തട്ടിപ്പുകൾ പുറത്ത്. ജോയിന്റ് രജിസ്ട്രാർ ജനറലിന്റെ കല്ലിയൂർ സഹകരണ ബാങ്കിലേക്ക് കോടികൾ മാറ്റിയെന്നും കണ്ടെത്തലുണ്ട്. MDS ചിട്ടികൾക്ക് ജാമ്യം നൽകിയ സ്വർണം സംബന്ധിച്ച വിവരങ്ങൾ സ്റ്റോക്ക് രജിസ്റ്ററിൽ ഇല്ല. വിവരങ്ങൾ പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകും. പ്രശാന്ത്, തിരുവനന്തപുരത്ത് നിന്നാണ് ഈ വലിയ തട്ടിപ്പ് വാർത്ത വരുന്നത് എന്നുള്ളതാണ്. CPM ഭരിക്കുന്ന തിരുവനന്തപുരം താലൂക്ക് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘത്തിലെ കൂടുതൽ തട്ടിപ്പുകളാണ് പുറത്തു വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ നൽകിയിരുന്നു. ഇതിന്റെ ഒരു തുടർച്ചയെന്നോണം കൂടുതൽ തട്ടിപ്പുകൾ പുറത്ത് വരികയാണ്. ജോയിന്റ് രജിസ്ട്രാർ ജനറലിന്റെ കല്ലിയൂർ സഹകരണ ബാങ്കിലേക്ക് കോടിക്കണക്കിന് രൂപ മാറ്റിയെന്ന കണ്ടെത്തലാണ് വരുന്നത്. MDS ചിട്ടികൾക്ക് ജാമ്യം നൽകിയ സ്വർണം സംബന്ധിച്ച് വിവരങ്ങൾ സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. വിവരങ്ങൾ പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകും. പ്രശാന്ത്, എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണത്തിൽ വ്യക്തമായത്? രാഖി, ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളാണ് പുറത്തു വരുന്നത്. തിരുവനന്തപുരത്തെ മണക്കാട് കോർപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘം, ആ സംഘത്തിലെ തട്ടിപ്പ് ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് ജനം TV ആണ്. അതിന് പിന്നാലെ വീണ്ടും കൂടുതൽ ക്രമക്കേടുകൾ പുറത്തു വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. CPM ഭരിക്കുന്ന കല്ലിയൂർ സഹകരണ ബാങ്കിലേക്ക് 1.25 കോടി നിക്ഷേപം നടത്തിയത് രജിസ്ട്രാർ ജനറലിൻ്റെ അനുമതിയില്ലാതെയാണ്. അതായത് ഈ കോർപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘത്തിൽ നിന്നും കല്ലിയൂർ സഹകരണ ബാങ്കിലേക്ക്, അതായത് കല്ലിയൂർ സഹകരണ ബാങ്കിലേക്ക് 1.25 കോടിയുടെ നിക്ഷേപമാണ് നടത്തിയത്. എന്നാൽ ഇതിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും ഒന്നും പാലിച്ചില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രജിസ്ട്രാർ ജനറലിൻ്റെ അനുമതി വേണമെന്നിരിക്കെ അതുപോലും വാങ്ങാതെയാണ് ഈ കല്ലിയൂർ ബാങ്കിലേക്ക് പണം മാറ്റിയത്. നമുക്ക് മനസ്സിലാക്കുന്നത് ഈ കല്ലിയൂർ ബാങ്കിൽ നേരത്തെ ഒരു ജീവനക്കാരി പരാതി ഉന്നയിച്ചിരുന്നു. അതായത് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടൊരു പരാതി ഉന്നയിച്ചിരുന്നു. ആ സാമ്പത്തിക തിരിമറി നടന്നതായിട്ട് ബന്ധപ്പെട്ടൊരു പരാതി ഉന്നയിച്ചിരുന്നു. ആ പരാതി നടക്കുന്ന അതേ സമയത്താണ് തിരുവനന്തപുരത്തെ കോർപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘത്തിൽ നിന്നും 1.25 കോടി കല്ലിയൂർ സഹകരണ ബാങ്കിലേക്ക് മാറ്റുന്നത്. അതും ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് മാറ്റുന്നു എന്നതും ആണ് ശ്രദ്ധേയമായിട്ടുള്ളത്. മാത്രമല്ല, ഈ ചിട്ടികൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടും ക്രമക്കേടുകളും തട്ടിപ്പുകളും നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. MDS ചിട്ടികൾക്ക് ചിട്ടികൾക്ക് ജാമ്യമായിട്ട് നൽകിയിട്ടുള്ള സ്വർണം അത് സ്റ്റോക്ക് രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ നിരവധി ക്രമക്കേടുകളാണ് ഈ കോർപ്പറേറ്റ് എംപ്ലോയീസ് സഹകരണ സംഘത്തിൽ നടന്നത്. തിരുവനന്തപുരത്തെ മണക്കാടാണ് ഈ ബാങ്കുള്ളത്. മാത്രമല്ല, സാലറി സർട്ടിഫിക്കറ്റിൻ്റെ കൺഫർമേഷൻ പോലും വാങ്ങാതെയാണ് ഈ പല ചിട്ടികൾക്കും അതോടൊപ്പം തന്നെ വായ്പകൾ നൽകിയത്. അതായത് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഒരാൾക്ക് തന്നെ നിരവധി തവണ സാലറി സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് പണം നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇടത് പക്ഷം ഭരിക്കുന്ന CPM ഭരിക്കുന്ന ബാങ്കാണ് ഈ കോർപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘം എന്ന് പറയുന്നത്. ആ സഹകരണ സംഘത്തിലാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഓരോ അംഗങ്ങളും, അവിടുത്തെ CPM അംഗങ്ങൾ, ബാങ്കിലുള്ള ഓരോ അംഗങ്ങളും നിരവധി തവണ ലോൺ എടുക്കുന്ന ഒരു സാഹചര്യം, അതായത് ഈ വായ്പകൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ വായ്പകൾക്കടക്കം നൽകിയിരുന്നത് സാലറി സർട്ടിഫിക്കറ്റുകളാണ്. എന്നാൽ ആ സാലറി സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റുകൾ പോലും കൃത്യമല്ലായിരുന്നു. അതോടൊപ്പം തന്നെ കൺഫർമേഷൻ പോലും ഇല്ല എന്നതടക്കമുള്ള വിവരങ്ങളും ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. വെഹിക്കിൾ ലോണുമായി ബന്ധപ്പെട്ട വാഹന വിവരങ്ങൾ സൂക്ഷിച്ചിട്ടില്ല. ടാക്സ് രസീത്, കൈവശം സർട്ടിഫിക്കറ്റ്, പ്ലാൻ ലൊക്കേഷൻ എന്നിവയൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നിരവധി ക്രമക്കേടുകളാണ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഓഡിറ്റർ ജനറൽ നടത്തിയ കണ്ടെത്തലിൽ ആണ്, ജില്ലാ രജിസ്ട്രാർ നടത്തിയ കണ്ടെത്തലിലാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ വന്നിരിക്കുന്നത്. അങ്ങനെ CPM ഭരിക്കുന്ന ബാങ്കാണ്, അത് മണക്കാടുള്ള ബാങ്കാണ് ഈ സഹകരണ സംഘം എന്ന് പറയുന്നത്. ആ സഹകരണ സംഘത്തിലാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള തട്ടിപ്പുകൾ നടന്നിരിക്കുന്നത്. ഓരോ ദിവസവും പോകുമ്പോഴും നിരവധി ക്രമക്കേടുകളും നിരവധി തട്ടിപ്പുകളും പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ട്. ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത്, ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് പണം ട്രാൻസാക്ഷൻ നടത്തിയപ്പോൾ അല്ലെങ്കിൽ നിക്ഷേപം നടത്തുമ്പോൾ പാലിക്കേണ്ട പ്രാഥമിക നിയമങ്ങൾ പോലും പാലിക്കാതെയാണ് കല്ലിയൂർ സഹകരണ ബാങ്കിലേക്ക് പണം നിക്ഷേപിക്കുന്നത്. മാത്രമല്ല, ഈ കല്ലിയൂർ സഹകരണ സംഘത്തിൽ അതുമായി ബന്ധപ്പെട്ട സംഘത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടൊരു പരാതിക്കാരി ഉന്നയിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇത്തരത്തിലുള്ള ഈ പണം നിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇങ്ങനെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ ഓരോന്നും കണ്ടെത്തുന്നൊരു സാഹചര്യമാണുള്ളത്. നിലവിൽ ഈ വിഷയത്തിൽ ഇതുവരെ CPM നേതൃത്വമോ അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ടവരോ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ കണ്ടെത്തൽ വന്നതിന് പിന്നാലെ, ഇത്തരത്തിലുള്ള ഗുരുതരമായുള്ള കണ്ടെത്തൽ വന്നതിന് പിന്നാലെ CPM നേതൃത്വം, ജില്ലാ നേതൃത്വം ഇടപെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM ജില്ലാ നേതൃത്വം ഇടപെടുകയും ഇത്തരത്തിലുള്ള നിലവിലുള്ള നടപടിക്രമങ്ങളെല്ലാം മരവിപ്പിക്കാനുള്ളൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കണ്ടല സഹകരണ
ബാങ്കായാലും ശരി, അതോടൊപ്പം തന്നെ കരുവന്നൂർ സഹകരണ ബാങ്കിലെല്ലാം ഇടതുപക്ഷം നടത്തിയ ഇത്തരത്തിലുള്ള വെട്ടിപ്പുകളും തട്ടിപ്പുകളും ഒക്കെ പുറത്തു വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കല്ലൂർ ബാങ്കിലടക്കം വലിയ രീതിയിലുള്ള വെട്ടിപ്പ് നടന്നതടക്കമുള്ള വാർത്തകൾ നേരത്തെ പ്രചരിച്ചിരുന്നു. അങ്ങനെ നിരവധി തട്ടിപ്പുകൾ ഈ സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് CPM ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ച് തട്ടിപ്പുകൾ നടക്കുന്നു. ആ തട്ടിപ്പുകളാണ് ഓരോന്നും പുറത്തു വരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നത് തിരുവനന്തപുരത്തുള്ളതാണ്. തിരുവനന്തപുരത്ത് മണക്കാട് കോർപ്പറേറ്റീവ് എംപ്ലോയീസ് സഹകരണ സംഘത്തിലാണ് ഈ തട്ടിപ്പുണ്ടായിരിക്കുന്നത്. തട്ടിപ്പിലെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളാണ് ഓരോന്നും അന്വേഷണത്തിൽ കണ്ടെത്തലിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാഖി. ശരി പ്രശാന്ത്, എന്തായാലും നമ്മുടെ പ്രേക്ഷകർ പറയുന്നുണ്ട് ഈ തുടർഭരണം ഉണ്ടായതിനു ശേഷം ഏതെങ്കിലും സഹകരണ സംഘത്തിൽ തട്ടിപ്പ് നടക്കാതിരുന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അത്തരത്തിലാണ് പുറത്തുവരുന്ന വാർത്തകൾ പലതും. പ്രശാന്ത് ശങ്കരമംഗലത്താണ് ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തത്.